ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ആവേശകരമായ ഒരു വിജയമാണ് ഇന്ന് നടന്ന മത്സരത്തിൽ സ്വന്തമാക്കിയത്. ഒഡീഷ FCയെ 2-3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 3 ഗോളുകളും പിറന്നിട്ടുള്ളത്. പൊരുതി നേടിയ ഒരു വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സൂപ്പർ താരങ്ങളായ പെപ്ര, ജീസസ് ജിമിനസ്, അതുപോലെ തന്നെ നോവ സദോയി എന്നിവർ നേടിയ ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിറകിലായിരുന്നു. പിന്നീടാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത് റിസർവ് ടീമിന്റെ പരിശീലകനായിരുന്ന തോമസ് തോർസ് ആണ്. കൂടാതെ അദ്ദേഹത്തിനോടൊപ്പം TG പുരുഷോത്തമനും ഉണ്ട്. തോമസിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. മിഖേൽ സ്റ്റാറെ ക്ലബ്ബ് വിടാനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ക്ലബ്ബ് വിട്ടതിന് ശേഷം താൽക്കാലിക പരിശീലകനായിക്കൊണ്ടാണ് തോമസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിട്ടുള്ളത്. വളരെയധികം എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു. അത് കൃത്യമായി അദ്ദേഹം ഇപ്പോൾ മുതലെടുക്കുന്നു. അതിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ തോമസിന് കീഴിൽ ആകെ കളിച്ച 4 മത്സരങ്ങളിൽ 3ലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു കണക്കുകൾ ഒന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. മിഖേൽ സ്റ്റാറയ്ക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 12 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ നിന്ന് 3 വിജയങ്ങൾ മാത്രമായിരുന്നു നേടാൻ കഴിഞ്ഞിരുന്നത്. കേവലം ഒരു ക്ലീൻ ഷീറ്റ് മാത്രമായിരുന്നു നേടാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ തോമസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 മത്സരങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചു. അതിൽ 3 മത്സരങ്ങളിലും ജീസസ് ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. 4 മത്സരങ്ങളിൽ 3ലും വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. അതുപോലെ തന്നെ 2 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. അതായത് മിഖേൽ സ്റ്റാറയേക്കാൾ മികച്ച കണക്കുകൾ ഇപ്പോൾ തന്നെ തോമസിന് അവകാശപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. മത്സരത്തിനനുസരിച്ചുള്ള കൃത്യമായ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. TG പുരുഷോത്തമനും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനും ക്രെഡിറ്റ് നൽകേണ്ടതുണ്ട്. ഏതായാലും തോമസ് തോർസിന് ഈ സീസൺ മുഴുവനും അവസരം നൽകണം, പ്രൂവ് ചെയ്യാനുള്ള അവസരം നൽകണം എന്നാണ് ഇപ്പോൾ പല ആരാധകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.